ഭാരത പര്യടനം തുടരുന്നു. ഞങ്ങളുടെ ടൂർ മാനേജറുടെ ജന്മദിനം. ഞങ്ങളുടെ വാഹനത്തിൻ്റെ പ്രകാശത്തിൽ റോഡിൽ വച്ച് തന്നെ കേക്ക് മുറിച്ച് കേക്ക് കൈമാറുന്നു. ഞങ്ങളവർക്ക് ഹാപ്പി ബർത്ത്ഡേ നേർന്നു. ഒഡീഷയിൽ നിന്നും ബീഹാറിലുള്ള ബുദ്ധഗയയിലേക്ക് പോവുകയാണ്. ജാർഖണ്ഡ് സ്റ്റേറ്റ് വഴിയാണ് ബീഹാറിലെത്തേണ്ടത്. ജാർഖണ്ഡ് സ്റ്റേറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞു. തലസ്ഥാനം റാഞ്ചിയാണ്. അരമണിക്കൂർ വിശ്രമത്തിനു വേണ്ടി ഒരു പെട്രോൾ പമ്പിൽ ബസ് നിർത്തിയിട്ടു. ഐ ലവ് റാഞ്ചി എന്ന പരസ്യ ബോർഡ് പെട്രോൾ പമ്പിൽ സ്ഥാപിച്ചിരിക്കുന്നു. രാജ്യത്താകമാനം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന 4 വരി ദേശീയപാതയാണ് കാണുന്നത്. ലോക നിലവാരത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പ്രധാന കണ്ണികളാണ് ദേശീയപാതകൾ. ഇവിടെയെല്ലാം വനമേഖലയാണ്. ഇവിടെ റാഞ്ചി ജില്ലയിൽ തിമാറ വില്ലേജിൽ ദാസം ഫാൾസ് എന്നറിയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഞങ്ങൾ ദാസം ഫാൾസിൽ എത്തിച്ചേർന്നു. പടികളിറങ്ങി വെള്ളച്ചാട്ടത്തിന് സമീപമെത്താം. റാഞ്ചി ജില്ലയിലുള്ള ഗോത്രവർഗ മേഖലയാണിത്. ജാർഖണ്ഡിൻ്റെ കിഴക്കുഭാഗത്ത് പശ്ചിമ ബംഗാളും വടക്കുഭാഗത്ത് ബീഹാറുമാണ്. ബീഹാറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ചേർത്ത് 2000 നവംബർ 15 ജാർഖണ്ഡ് സ്റ്റേറ്റ് നിലവിൽ വന്നു. 24 ജില്ലകളുള്ള ജാർഖണ്ഡിൽ 79,714 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. വെള്ളച്ചാട്ടത്തിലെ കുളി കഴിഞ്ഞ് ഞങ്ങളുടെ സംഘാംഗങ്ങൾ വിശ്രമിക്കുകയാണ്. ജാർഖണ്ഡിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കാണുന്നത്. ക്യാനുകളിൽ നിറച്ചു വച്ചിരിക്കുന്നത് ഗോത്ര സമുദായക്കാർ വാറ്റിയെടുത്ത മദ്യമാണ്. 10 രൂപയ്ക്ക് ആദ്യം അല്പ സാമ്പിളും ഇഷ്ടമായാൽ 100 രൂപയ്ക്ക് ഒരു ഗ്ലാസ് മദ്യവും. ഗോത്രവർഗ സമുദായത്തിൻ്റെ ഉപജീവന മാർഗമാകാം. ഞങ്ങളുടെ വാഹനം ഓടിത്തുടങ്ങി. 2023 പ്രകാരം 4.06 കോടി ജനങ്ങളും. ഹിന്ദുക്കൾ 67.83%, മുസ്ലിങ്ങൾ 14.53%, ക്രിസ്ത്യാനികൾ 4.30%. ഞങ്ങൾ ജാർഖണ്ഡിൻ്റെ നഗരഭാഗങ്ങളിലെത്തി. ജാർഖണ്ഡിൻ്റെ സാക്ഷരതാ നിരക്ക് 2024 പ്രകാരം 66.41%. 76.84% ആൺകുട്ടികളും 55.42% പെൺകുട്ടികളും വിദ്യാലയ പഠനം നടത്തുന്നു. പ്രധാന കൃഷി നെല്ലും ഗോതമ്പും. പ്രഭാത ഭക്ഷണത്തിന് ശേഷം സമീപത്തുള്ള അൽക്കാരാജ് ഹോട്ടലിൽ വിശ്രമിക്കുന്നു. ചായ കഴിക്കുന്നവരും ചായയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുമുണ്ട്. फैमिली मैट्रिक बीए ऊपर से पढ़ता है। मैट्रिक बीएससी एमएससी और टॉप स्टडी भी इधर करता है. എല്ലാവരും പഠിക്കാറുണ്ടെന്ന് ചോദിച്ചാണ്. എല്ലാവരും പഠിക്കും. എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് ചോദിച്ചാണ്. ഹോട്ടലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനോട് പ്രാദേശികമായ ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. സൗകര്യം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ദ്വിഭാഷ ഉപയോഗിച്ച് കാര്യങ്ങൾ ശേഖരിക്കുന്നു. ഹിന്ദി ഉൾപ്പെടെ പല ഭാഷകൾ അറിയാവുന്ന സഞ്ചാരികൾ ഞങ്ങളുടെ സംഘത്തിലുണ്ട്. കുട്ടികളെല്ലാം പഠിക്കാറുണ്ടെന്ന് ചോദിച്ചാണ്. എല്ലാവരും अपना छोटा बड़ा घर का बच्चा लोग सब पढ़ने के लिए जाता है क्या? हाँ जाता है. അപ്പോൾ പഠിക്കാറുണ്ട്. എത്ര വിവാഹ പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ उसका वो चारी का പെൺകുട്ടികളെ
अपना लड़की लोगों का शादी का उम्र कितना तक आप लोग रखता है? कम से कम वो 17, 18 18, 20 22 ऐसी ऐसा। जाते रहता है। हाँ। इसके अंदर शादी करके नहीं देता, नहीं देता। എന്താണ് പറയുന്നത്? പരിസരത്തില്ല. ഫാക്ടറികളൊന്നുമില്ല, ഇല്ല, തൊഴിൽശാലകളില്ല. ഇല്ലല്ല, തൊഴിൽശാലകൾ തൊഴിൽശാലകളില്ല. കുറവാണ്. 50 മുതൽ 100 വരെ ആളുകൾ പണിയെടുക്കുന്ന തൊഴിൽശാലകളെ പരിസരങ്ങളിലുള്ളൂ. ഇല്ല ഇല്ല, അതേ ഉള്ളൂ, അതേ ഉള്ളൂ. അതിൽ കൂടുതലില്ല അതിൽ കൂടുതലില്ല എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത്. और ये पता पगार कमती मिलता है। ये अभी यहाँ पे कांग्रेस सरकार, ये आपको जॉइंट सरकार के है यहाँ पे। अब तो मालूम है, हेमंत सोरेन। झारखंड है। हाँ, हेमंत सोरेन की सरकार है, हाँ, हाँ। तो उसमें कंप्लीट कुछ मिल नहीं रहा है। मिल नहीं रहा। अच्छा जी, हाँ, ये तो बात है। हाँ, रोजगार नहीं मिल रहा है। ചേട്ടാ, പ്രധാനമന്ത്രി മോദിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, अपना जो प्रधानमंत्री मोदी जी का अभिप्राय कैसा है आपका? अच्छा है, बुरा है? നല്ല ഭരണമാണെന്നുള്ള अच्छा, वो अच्छा है। मीडियम है। मीडियम मीडियम हाँ, मीडियम है, बुरा तो नहीं। 2024 മുതൽ സാന്റോഷ് ഗ്യാങ്മാർ ഗവർണറായി തുടരുന്നു. 2015 മുതൽ 2021 വരെ ശ്രീമതി ദ്രൗപദി മുർമു ജാർഖണ്ഡിലെ ആദ്യ വനിതാ ഗവർണറായിരുന്നു. അവർ ഇപ്പോൾ ഭാരതത്തിലെ രാഷ്ട്രപതി പദവിയിലാണ്. ശ്രീ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയാണ്. 2024 നവംബർ മാസത്തിൽ അദ്ദേഹം വീണ്ടും ജനവിധി തേടുന്നു. 2024 UN ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രകാരം 23.4 കോടി പേർ ഇന്ത്യയിൽ അതിദരിദ്രരാണ്. ആഗോള വിശപ്പ് സൂചികയിൽ 127 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 105. പട്ടിണിയിൽ 1-ാം സ്ഥാനത്ത് പാകിസ്ഥാനും തൊട്ടുപിറകിൽ എത്യോപ്യ, നൈജീരിയ, കോങ്കോ എന്നീ രാജ്യങ്ങളും. ചൈനയിൽ അതിദരിദ്രരുടെ തോത് 1 മുതൽ 5 വരെ മാത്രം. ഭാരതത്തിൽ 2028 ആകുമ്പോഴേക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് അരി പൂർണ്ണമായും സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം 100 വർഷം തികയുന്ന 2047 വികസിത ഭാരതം ലക്ഷ്യമാക്കി രാജ്യത്തെ നയിക്കുകയാണ് ഇന്ത്യൻ ഭരണാധികാരികൾ. ധാരാളം വെല്ലുവിളികൾ അവർക്ക് മുന്നിലുണ്ട്. ധിഷണശാലികളായ ഭരണാധികാരികൾക്ക് തീർച്ചയായും ലക്ഷ്യത്തിലെത്താൻ കഴിയും. ഇതെല്ലാം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഭാരതം 100% സാക്ഷരത കൈവരിക്കേണ്ടതുണ്ട്. ഇനി 90 കിലോമീറ്റർ കൂടിയുണ്ട് ബുദ്ധഗയയിലേക്ക്. അവിടുത്തെ കാഴ്ചകൾ കാണാൻ ആകാംക്ഷയോടെ ഞങ്ങൾ യാത്രയിലാണ്.